ഇന്നലെ ഒരു കൂട്ടുകാരി സിസ്റ്ററിനോട് ഫോണിൽ സംസാരിച്ചു. കുറച്ചാളെ ഞങ്ങൾ സംസാരിച്ചിട്ട് ഇപ്പോൾ സിസ്റ്റർ പറഞ്ഞു നാളെ ഞങ്ങൾ സിസ്റ്റേഴ്സ് കുറച്ചൊരു ജൂബിലിക്ക് പോകുന്നുണ്ട്, മൂന്നാറാണ് പോകുന്നത്, താൻ വരുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങളെങ്ങനെ പോകുന്നത്? ഞങ്ങൾ പബ്ലിക് ട്രാൻസ്പോർട്ടിൽ പോവും, ട്രാൻസ്പോർട്ട് ബസ്സിൽ പോവും. അപ്പോൾ ഞാൻ പറഞ്ഞു എന്ത് ബോറായിരിക്കും സിസ്റ്ററെ, നിങ്ങളെല്ലാവരും ഉടുപ്പൊക്കെ ഇട്ട് ഇങ്ങനെ പബ്ലിക് ട്രാൻസ്പോർട്ടിൽ കയറി പോകുന്ന ഒരു ത്രില്ലും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അപ്പോൾ സിസ്റ്റർ പറഞ്ഞു ഞങ്ങൾക്ക് നല്ല ത്രില്ലാണ്, കാരണം ഞങ്ങൾക്ക് വിറ്റ്നസ്സിങ്ങിനുള്ളൊരു അവസരമാണത്. രാവിലെ ഗോസ്പൽ വായിച്ചപ്പോൾ ഈ ചിന്തയാണ് തലയിലേക്ക് വന്നത്. നിക്കോദെമോസിനോട് ഈശോ പറയുന്നത് ഇത് വീണ്ടും ജനിക്കണം. നിക്കോദെമോസ് നല്ല മനുഷ്യനാണ്, അദ്ദേഹം ഫരിസേയരുടെ ലീഡറാണ്, സാൻഹെദ്രിനിലെ അംഗമാണ്. ഇപ്പോൾ നിക്കോദെമോസ് ഈശോയുടെ ഇൻവിറ്റേഷൻ നിരാകരിക്കുകയാണ്, സ്വീകരിക്കുന്നില്ല. ഇഷ്ടമില്ലാത്തതുകൊണ്ടല്ല, പക്ഷെ തനിക്ക് നഷ്ടപ്പെടാനേറെയുണ്ട്. ആ കുറ്റബോധം ഈശോ അടക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്. ആ മനുഷ്യൻ 100 റാത്തൽ സുഗന്ധദ്രവ്യമായിട്ടാണ് വരുന്നത്. എന്നുവെച്ചാൽ 36 കിലോ. 1 കിലോ ഉണ്ടെങ്കിൽ ഒരാളുടെ ബോഡി എംബാം ചെയ്യാം, പക്ഷെ 36 കിലോ എന്ന് പറയുമ്പോൾ അത് എക്സസീവാണ്. അത് നിക്കോദെമോസിൻ്റെ കുറ്റബോധത്തിൻ്റെ ഭാരമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. നിക്കോദെമോസിന് നഷ്ടപ്പെടാൻ ഏറെ ഉള്ളതുകൊണ്ട് ആത്മാവിൽ വീണ്ടും ജനിക്കാൻ വേണ്ടി നിക്കോദെമോസിന് പറ്റിയില്ല എന്നുള്ള. ഞാൻ വളരെ പേഴ്സണലായിട്ട് ചിന്തിക്കുകയായിരുന്നു, ഞാൻ ആത്മാവിൽ ജനിച്ചിട്ടുണ്ടോ? ആം ഐ ബോൺ അഗൈൻ? സത്യമായിട്ടും അല്ല. കാരണം ഇപ്പോഴും ജീവിതത്തിൻ്റെ പൂർണ്ണ നിയന്ത്രണം ഈശോയ്ക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ല. ഈശോ പറയുന്നത് കാറ്റ് പോലെയാണ് വീണ്ടും ജനിക്കുന്നവൻ. കാരണം കാറ്റിനെ കാണാൻ പറ്റില്ല, കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ജീവിതത്തിൻ്റെ മുഴുവൻ നിയന്ത്രണം ദൈവം ഏറ്റെടുക്കുകയാണ്, ഈശോ ഏറ്റെടുക്കുകയാണ്. പൗലോസ് അപ്പോസ്തലനെ പോലെ ഞാൻ ജീവിക്കുന്നു എന്നാൽ ഞാനല്ല, ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു എന്ന് അവൻ പറയാൻ പറ്റും. കാരണം ഫുൾ കൺട്രോൾ അത് ഈശോയുടെ കയ്യിലാണ്. ഈ ഫുൾ കൺട്രോള് ഈശോയുടെ കയ്യിൽ കൊടുക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ജീവിതത്തിൻ്റെ മുഴുവൻ നിയന്ത്രണവും ഈശോയുടെ കയ്യിൽ കൊടുത്തവൻ്റെ ആനന്ദം, ത്രില്ല് അനുഭവിച്ചിട്ടുമില്ല.